ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറച്ച് കുട്ടികൾ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ LDC പരീക്ഷയ്ക്ക് എക്സാം സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണെന്ന്. അപ്പോൾ അതിന് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ LDC പരീക്ഷയ്ക്കുണ്ട് എക്സാം സെൻറ്റേഴ്സ് കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ്. അതായത് മലബാർ റീജിയണിലുള്ള കാൻഡിഡേറ്റ്സിന് കോഴിക്കോടും, മധ്യ കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിന് തൃശ്ശൂരും, അതുപോലെ തെക്കൻ കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിന് തിരുവനന്തപുരവുമാണ് എക്സാം സെൻറ്റേഴ്സ് വന്നിരിക്കുന്നത്. 3 സെൻറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ് പരീക്ഷ, എന്നാണ്, എത്ര മണിക്കൂർ പരീക്ഷയാണ്, എത്ര ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള പരീക്ഷയാണെന്നൊക്കെ നമുക്കിതിൽ നിന്ന് ഒന്ന് നോക്കിപ്പോവാം. ഫസ്റ്റ് തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ LDC പരീക്ഷ നടക്കാൻ പോകുന്നത് ജൂലൈ 13-ാം തീയതിയാണ്. ജൂലൈ 13-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാണ് പരീക്ഷാ സമയം എന്ന് പറയുന്നത്. അപ്പോൾ 1:30-ക്ക് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷാ ഹാളിൽ റിപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. ഒരു മണിക്കെങ്കിലും എക്സാം ഹാളിൽ എത്തുന്ന രീതിയിൽ തന്നെ പോവുക. അടുത്തത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്സാം സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ്? തൃശ്ശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം 3 ജില്ലകളിലാണ് പരീക്ഷാ സെൻറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് പരീക്ഷാ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 3:15 വരെയാണ് പരീക്ഷാ സമയം എന്ന് പറയുന്നത്. വെറും 1 മണിക്കൂർ 15 മിനിറ്റാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സമയം. ആദ്യത്തെ അരമണിക്കൂർ എന്താണ്, നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള, ഫില്ല് ചെയ്യാനുള്ള, OMR ഷീറ്റിൽ നമ്മുടെ ഡാറ്റാസൊക്കെ ഫില്ല് ചെയ്യാനുള്ള സമയമാണ്. അതിനുശേഷമുള്ള 1.25 മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സമയം. അപ്പോൾ 100 ചോദ്യങ്ങളാണുള്ളത്. 100 ചോദ്യങ്ങൾ എങ്ങനെയാണ്? OMR മാർക്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ സെക്ഷൻസ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പൊതുവിജ്ഞാനവും ആനുകാലികവും എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. ജനറൽ സയൻസ് ഉണ്ടാവും. കൂടാതെ ലഘുഗണിത, മാനസിക ശേഷി, യുക്തിചിന്ത എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. മലയാളം സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്താണ് നമുക്കറിയാം എന്തൊക്കെയാണ്? ദേവസ്വമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അമ്പലങ്ങൾ, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ എന്താ, നന്നായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ അടുത്തത് ജൂലൈ 28-ാം തീയതി മുതൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഫൈലിലൂടെ എന്ത് ചെയ്യും, നമുക്ക് ആ ഡാറ്റ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡുകൾ എടുക്കേണ്ട തീയതി എന്ന് പറയുന്നത് ജൂലൈ 28-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 28-ാം തീയതി തന്നെ നമ്മൾ അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യുക, ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ തന്നെ എടുക്കാൻ നോക്കുക. അതുപോലെ എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഹോൾ ടിക്കറ്റും ഒറിജിനൽ ഐഡൻറ്റിറ്റി, ഏതിൻ്റെങ്കിലും ഒരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഒറിജിനൽ ആയിരിക്കണം, അതും കൊണ്ടുപോകാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റൂ. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. കാരണം എന്താണ്, നമ്മുടെ മുന്നിൽ ഇനി വളരെ കുറച്ച് സമയം. ഇന്ന് ജൂൺ 19-ാം തീയതി. ഇനി എത്ര ദിവസമുണ്ട്? ജൂണിൽ ഒരു 10 ദിവസവും, 11 ദിവസവും, ജൂലൈയിൽ 12 ദിവസവും, മൊത്തം 22 ദിവസമാണ് ഈ പരീക്ഷയ്ക്ക് മുന്നിലുള്ളത്. അപ്പോൾ ആ 22 ദിവസം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ദിവസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ഇയർ നമ്മുടെ LDC ലെവലിൽ, അതായത് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട്, കേരള PSCയുടെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസും എന്തായിരിക്കും, ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്താണ്, സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ വിട്ട് കളയരുത്. എന്തിരുന്ന് കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു ജോലിക്ക് തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആ സ്പെഷ്യൽ ടോപ്പിക്ക് കൂടി കവറപ്പ് ചെയ്യുക. അപ്പോൾ വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഇനി ഞാൻ നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ LDCയുടെ സിലബസുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.